മറ്റൊരു വാർത്തയുള്ളത് യൂട്യൂബർ തൊപ്പിക്കെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസ് എന്നുള്ളതാണ്. അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിൽ ആണ് നടപടി എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം യുവതലമുറയിൽ അടക്കം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം വ്ളോഗർമാർക്ക് വലിയ സ്വാധീനം ആണ് ഉള്ളത്. അതിൽ ഒരാളാണ് യൂട്യൂബറായിട്ടുള്ള തൊപ്പി എന്നത്. തൊപ്പിയുടെ പല ദൃശ്യങ്ങളും, അതായത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുന്ന പല ദൃശ്യങ്ങളും പൊതുസമൂഹത്തിന് സ്വീകാര്യമാകുന്ന ഒന്നല്ല. അശ്ലീല ദൃശ്യങ്ങൾ പുറത്തുവിടുക, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടുക, അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ആണ് തൊപ്പിക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, നിരവധിയായ പരാതികളാണ് ഈ അശ്ലീല ദൃശ്യങ്ങൾ, അതായത് അശ്ലീല ദൃശ്യമുണ്ട്, അതോടൊപ്പം തന്നെ ഡ്രഗ്സ് പോലെയുള്ളവയുടെ ഉപയോഗം, അങ്ങനെ നിരവധിയായ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏത് പരാതിയിന്മേലാണ് കേസ് എടുത്തിട്ടുള്ളത്? എന്താണ് തുടർ നടപടികൾ? അഭിലാഷ, അഭിഭാഷകനായിട്ടുള്ള ശ്രീജിത്ത് പെരുമന നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പോലീസ് മേധാവിക്കും പരാതി നൽകി. ആ പരാതിയിൽ പ്രധാനമായും പറയുന്നത് തൊപ്പി എന്ന യൂട്യൂബർ അത് സമൂഹ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുന്ന സന്ദേശം പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ വളരെ മോശമാകുന്ന രീതിയിലാണ് അയാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മോശം കണ്ടന്റുകൾ ഇടുന്നു, അതിൽ ലൈംഗിക ചുവയുള്ള കണ്ടന്റുകളുണ്ട്, ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകളുണ്ട്. ഇത് തന്നെ നമ്മുടെ സമൂഹത്തിനും കുട്ടികൾക്കും ഗുരുതരമായിട്ടുള്ള ദോഷമായി തന്നെയാണ് അവരെ അത് സ്വാധീനിക്കുക എന്നായിരുന്നു ശ്രീജിത്ത് പെരുമനയുടെ ഈ പരാതിയിൽ പറഞ്ഞിരുന്നത്. പിന്നീട് അത് പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഇതിൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റൂറൽ പോലീസ് ഇതിൽ പരാതി എടുത്തിരിക്കുന്നത്, സൈബർ പോലീസ് പരാതി എടുത്തിരിക്കുന്നത്. 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ തൊപ്പിക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് സുഹൃത്തുക്കളുടെ ലൈംഗിക അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ലൈംഗിക കണ്ടന്റുകളായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ വളരെ വലിയ മോശം കണ്ടന്റുകൾ സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ ലൈവ് സ്ട്രീമിങ്ങിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ അത് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ എത്തിച്ചു എന്നാണ് തൊപ്പിക്കെതിരെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കുറ്റം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം പരാതിയിൽ പറയുന്ന മറ്റു പല കാര്യങ്ങളും ഈ ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം പരിശോധിച്ച് വരും ദിവസങ്ങളിൽ കേസെടുക്കുന്ന കാര്യമൊക്കെ ആലോചനയിലുണ്ട്, പരിഗണനയിലുണ്ട്. ഒപ്പം ഈ സ്ത്രീകളോടും വളരെ മോശമാകുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുകയും അല്ലെങ്കിൽ മോശം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും കണ്ടന്റുകളുമൊക്കെ തൊപ്പി തന്റെ ചാനലിലൂടെ ഇടുന്നു എന്നുകൂടി കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ തൊപ്പിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ അല്ലെങ്കിൽ കൂടുതൽ കേസെടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നിലവിലിപ്പോൾ എടുത്തിരിക്കുന്ന കേസ് ഈ സുഹൃത്തുക്കളുടെ ഈ ലൈംഗിക ചുവയോടുകൂടിയുള്ള പല വീഡിയോകളും സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു എന്നാണ്. അങ്ങനെ സുഹൃത്തുക്കളും നേരത്തെ പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതിപ്പോൾ പരാതി കേസെടുത്തിരിക്കുന്നത് ശ്രീജിത്ത് പെരുമനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അഭിലാഷ്, യെസ്, അതായത് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ പോലെ സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള ലഹരി, അതിനെതിരായ ഒരു പോരാട്ടം നടക്കുകയാണ്. ഒരുപക്ഷെ പല യൂട്യൂബർമാരും അവർക്ക് ഒരു നിയന്ത്രണവുമില്ല, ആരും ചോദിക്കാനും പറയാനുമില്ല എന്നതുകൊണ്ട് തന്നെ അശ്ലീല ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുക, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുക, അതൊക്കെ വലിയ തോതിൽ സാമൂഹികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ തൊപ്പിയുടെ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ ആ ഗ്യാങ്ങിനകത്ത് തന്നെ ഉണ്ടായ പടലപ്പിണക്കമാണ് ഈ വിവരങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരാൻ ഉണ്ടായ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം തൊപ്പി ലൈംഗികമായി അടക്കം സ്ത്രീകളെ ഉപദ്രവിക്കുന്നു എന്ന് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ പുറത്തു പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കഞ്ചാവ് പോലെയുള്ളവ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. അതേസമയം ഈ പറഞ്ഞവരാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് തൊപ്പി പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് പലരും ഇവരെയൊക്കെ റോൾ മോഡലായി കൊണ്ടു നടക്കുന്നു എന്നതുകൂടിയാണ് അങ്ങേയറ്റം കഷ്ടം എന്ന് പറയേണ്ടതായി വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.